ഒരു പ്രശസ്തനായ പാശ്ചാത്യ ചിന്തകൻ പറഞ്ഞ ഒരു വാചകത്തോടുകൂടി ഞാൻ തുടങ്ങാം. വേർ ദർ ഈസ് നോ വിഷൻ മാൻ പെറിഷസ്. ദീർഘവീക്ഷണമില്ലാത്ത ദിക്കിൽ മനുഷ്യൻ തുലഞ്ഞു പോകുന്നു. അതിന് ഒരനുബന്ധം കൂടി എൻ്റെ വകയായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾസോ പെറിഷ്. പക്ഷേ ഊരാളുങ്കൽ സൊസൈറ്റി എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതുവരെ പെറിഷ് ചെയ്തിട്ടില്ല. അതിന് കാരണം കേരളം കണ്ട ഏറ്റവും വലിയ ധിഷണാശാലിയും ദീർഘവീക്ഷണമുള്ള ഒരു സാമൂഹിക പരിഷ്കർത്താവുമായ ശ്രീ വാഗ്ഭടാനന്ദ ഗുരുദേവന്റെ ആശയങ്ങളിൽ നിന്ന് ഊർജം കൊണ്ടാണ് ഇവർ ഉണ്ടായതും നാൾക്കുനാൾ വളർന്ന് ഇന്നത്തെ ഈ നിലയിൽ എത്തിയതും. സൊസൈറ്റിയുടെ മഹിമയെക്കുറിച്ചോ അവർ ഏതെല്ലാം ദിശകളിലേക്ക് വളർന്ന് പന്തലിച്ചുവോ എന്നതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. കാരണം നിങ്ങളിൽ പലർക്കും അതറിയാം. എനിക്ക് മുമ്പേ സംസാരിച്ച പലരും വിശദമായി അതൊക്കെ പ്രതിപാദിച്ചിട്ടുള്ളതുമാണ്. ഒന്ന് മാത്രം ഞാൻ പറയാം. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ മൂലധനം, അസറ്റ് എന്താണ് എന്ന്. പുഞ്ചിരിച്ചും കൊണ്ട് കാര്യമാത്ര പ്രസക്തമായി ആളുകളോട് തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുവാനുള്ള ഇവരുടെ സന്നദ്ധത, ഇത് ശ്രീ പാലേരി രമേശൻ മാത്രമല്ല, ഏറ്റവും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരിലും നമുക്കിത് കാണാൻ കഴിയും. ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടല്ല ഞാനിത് പറയുന്നത്, എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ്. ദീർഘകാലത്തെ സ്നേഹബന്ധം ഈ മഹത്തായ സ്ഥാപനവുമായി എനിക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ചില സംശയങ്ങൾ ഞാൻ ഇവരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ക്ഷമാപൂർവം ഏറ്റവും താണ ഉദ്യോഗസ്ഥൻ മുതൽ ശ്രീ രമേശൻ വരെ പറഞ്ഞു തന്നിട്ടുമുണ്ട്. ഇത് ഇനിയും ദീർഘകാലം വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ അടുത്ത കാലത്തായി സൊസൈറ്റിയെക്കുറിച്ച് ചില തൽപര കക്ഷികളിൽ നിന്ന് അപവാദങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും രണ്ട് വാക്കുകൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമുക്കറിയാം, ലോകാരാധ്യനായ നാരായണ ഗുരുവെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് പരത്തുക മാത്രമല്ല, ഇദ്ദേഹത്തിന് തലക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തലക്ക് സുഖമില്ല എന്ന് തന്നെ കോടതിയിൽ കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പിന്നെ ഗുരുദേവന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായ മഹാകവി കുമാരനാശാന്റെ സ്വഭാവശുദ്ധിയെക്കുറിച്ചും ആരോപണങ്ങൾ വന്നിട്ടുണ്ട്.
ഏറ്റവും വേദനയോടുകൂടി ആ ഒരു സന്ദർഭത്തിൽ കുമാരനാശാൻ എഴുതിയ കാവ്യമാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. അതിൽ നിന്ന് ഒരു വരി ഞാൻ ഉദ്ധരിക്കാം. ചുമ്മാ പഴിപ്പു ഗുണിയെ കലർ ഈർഷ്യയാലേ. ഗുണി ഗുണവാൻ, ഗുണം മാത്രം ചെയ്യുന്നവൻ. കലർ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഈർഷ്യയാലേ. ഇത് മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയാകും. എന്തിനാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് കേൾക്കുന്നവർക്ക് മുഴുവനും മനസ്സിലാകും. ഈ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അടുത്ത കാലത്തായി ശ്രീ മുതുകാട് ഗോപി, ലോകം കണ്ട ഇന്ന് ഏറ്റവും പ്രശസ്തനായ മന്ത്രജാല വിദ്യക്കാരൻ, ഈ അടുത്ത കാലത്ത് ഗോപി തൻ്റെ മാന്ത്രിക മേഖലയിലുള്ള എല്ലാ പ്രവൃത്തികളും അവസാനിപ്പിച്ച് അംഗവൈകല്യമുള്ള കുട്ടികളുടെ സഹായത്തിനായി ഒട്ടേറെ പ്രവൃത്തികൾ ചെയ്യുന്നതാണ്. ആ ഗോപിയുടെയും ഉദ്ദേശ്യശുദ്ധിയെക്കുറിച്ച് നാം ഇപ്പോൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞ് നമുക്ക് ഇതൊക്കെ തള്ളിക്കളയാൻ കഴിയും. പിന്നെ മാങ്ങയുള്ള മാവിൻ്റെ നേർക്കല്ലേ സുഹൃത്തുക്കളെ ആളുകൾ കല്ലെറിയുകയുള്ളൂ. കൂടുതൽ പറയുന്നില്ല. ഊരാളുങ്കൽ സൊസൈറ്റിയേക്കാൾ കേവലം 4 വയസ്സിൻ്റെ ഇളപ്പം മാത്രമേ എനിക്കുള്ളൂ. എന്നിട്ടും ഇവിടെ വരാൻ എന്നെ പ്രേരിപ്പിച്ചത് ചുരുക്കം ചില ഇത്തരം കാര്യങ്ങൾ പറയണം എന്ന ഒരൊറ്റ വികാരം കൊണ്ടാണ്. ഇനിയും മേൽക്കുമേൽ ഉത്തരോത്തരം ഈ സൊസൈറ്റി അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ വളരെ വൈകിപ്പോയ ഈ സംസാരം ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നന്മ വരട്ടെ.